നമസ്കാരം. ഒന്നാം വർഷ പരീക്ഷ എഴുതാൻ കഴിയുമോ എന്ന ആശങ്കയാണ് പരുത്തിപ്പള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി എബ്രഹാം ബെൻസനെ ആത്മഹത്യയ്ക്ക് കാരണമെന്ന് വിലയിരുത്തൽ. ഇതിനിടെ പ്രിൻസിപ്പലിന്റെയും അധ്യാപകരുടെയും പെരുമാറ്റമാണ് ബെൻസന്റെ മരണത്തിന് കാരണമെന്ന് ഒരു സഹപാഠി RDOയ്ക്ക് മൊഴി നൽകിയിട്ടുണ്ട്. ബെൻസൺ ഉൾപ്പെടെ 3 വിദ്യാർത്ഥികളുടെ റെക്കോർഡ് ബുക്ക് സീൽ ചെയ്ത് നൽകുന്നതിൽ പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ ഒരു വിദ്യാർത്ഥിയുടെയും റെക്കോർഡ് ഒപ്പിട്ട് സീൽ ചെയ്ത് നൽകാതിരുന്നിട്ടില്ലെന്ന് പ്രിൻസിപ്പൽ പ്രീത ബാബു പറഞ്ഞു. എല്ലാ റെക്കോർഡ് ബുക്കും ഒപ്പിട്ട് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കൂളിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും അധ്യാപകരും പറയുന്നു. വെള്ളിയാഴ്ചത്തെ മോഡൽ പരീക്ഷയ്ക്ക് മുമ്പ് റെക്കോർഡ് ബുക്ക് പൂർത്തിയാക്കി സമർപ്പിക്കുന്നതിന് ബെൻസന് കഴിഞ്ഞിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 11:30 പ്രിൻസിപ്പൽ കുട്ടിയുടെ അമ്മ സംഗീതയെ വിളിച്ച് സ്കൂളിൽ പ്രശ്നങ്ങളുണ്ടെന്നും എത്രയും വേഗം സ്കൂളിൽ എത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. സുഖമില്ലാത്തതിനാൽ അടുത്ത ദിവസം രാവിലെ എത്താമെന്ന് അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ ബെൻസൺ റെക്കോർഡ് ബുക്ക് സീൽ ചെയ്ത് കിട്ടാൻ സ്കൂളിൽ പോയിരുന്നു. പ്രിൻസിപ്പൽ പരീക്ഷാ ജോലിക്ക് പോയിരുന്നതിനാൽ ഒരു ജീവനക്കാരനാണ് ഓഫീസിലുണ്ടായിരുന്നത്. റെക്കോർഡ് ബുക്ക് സീൽ ചെയ്ത് നൽകാൻ കുട്ടി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം മോശമായി സംസാരിച്ചുവെന്നാണ് ആരോപണം. മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ച് അസഭ്യം പറയുകയും പരിഹസിച്ച് ഇറക്കി വിടുകയും ചെയ്തു. ഇത് ബെൻസനെ മാനസികമായി തളർത്തി. എല്ലാം കുട്ടി വീട്ടിൽ പറഞ്ഞിരുന്നു. വെള്ളിയാഴ്ച രാവിലെ റെക്കോർഡ് ബുക്ക് ഹാജരാക്കി പരീക്ഷയ്ക്ക് ഇരിക്കാനാകുമോ എന്ന് വീട്ടുകാരോട് ചോദിക്കുകയും ചെയ്തിരുന്നു. രാത്രി 12:30 വരെ വീട്ടിലുണ്ടായിരുന്നു. പിന്നാലെ പുറത്തിറങ്ങി. സാധാരണ ഈ സമയം പുറത്തു പോകാത്ത കുട്ടിയെ കാണാതായതിനെ തുടർന്ന് അയൽപക്കത്തെ ഒരാളുമായി ചേർന്ന് അന്വേഷണം നടത്തി. കാണാത്തതിനാൽ വെള്ളിയാഴ്ച പുലർച്ചെ 1:30 നെയ്യാർ ഡാം പോലീസിന് പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയിട്ടും കണ്ടില്ല. പിന്നീട് ഒരു ബന്ധു നടത്തിയ അന്വേഷണത്തിലാണ് സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ മോശമായി പെരുമാറിയ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് SFI DYFI പ്രവർത്തകർ സ്കൂൾ ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി. വിഷയം അന്വേഷിച്ച് നടപടിയുണ്ടാകുമെന്ന RDOയുടെ ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. കുറ്റിച്ചൽ സ്വദേശികളായ ബെന്നി ജോർജിന്റെയും സംഗീതയുടെയും മകനാണ് ആത്മഹത്യ ചെയ്ത എബ്രഹാം ബെൻസൺ. കഴിഞ്ഞ 2 വർഷമായി സ്കൂളിൽ ജോലി ചെയ്യുന്ന ക്ലർക്ക് സനലിനെതിരെയാണ് ആരോപണം. ക്ലർക്കിനോട് വിശദീകരണം ചോദിക്കുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. സംഭവത്തിൽ ആരോപണ വിധേയനായ ക്ലർക്ക് അവധിയിലാണെന്നും വിഷയത്തിൽ ക്ലർക്കിനോട് അന്വേഷിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ലെന്നും പ്രിൻസിപ്പൽ പ്രീത ബാബു പറഞ്ഞു. പ്രോജക്റ്റ് സീൽ ചെയ്യാൻ ചെന്നപ്പോൾ ക്ലർക്ക് പരിഹസിച്ചുവെന്ന് വിദ്യാർത്ഥിയുടെ അമ്മാവൻ പറഞ്ഞു. മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ നീതിയാകില്ല, കൊല്ലപ്പെട്ടു എന്ന് തന്നെ പറയണം. ഇന്നലെ ഈ സ്കൂളിലെ ഒരു ക്ലർക്കിന്റെ ഭാഗത്തു നിന്ന് നിരുത്തരവാദിത്വപരമായ പെരുമാറ്റം ഉണ്ടായി. അങ്ങനെയാണ് എൻ്റെ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ഇവർക്ക് റെക്കോർഡ് വയ്ക്കേണ്ട ദിവസമായിരുന്നു ഇന്നലെ. ആ റെക്കോർഡ് വയ്ക്കണമെങ്കിൽ സ്കൂളിന്റെ സീൽ വേണമത്രേ. നമ്മളൊക്കെ പഠിക്കുമ്പോൾ അതൊന്നുമില്ലല്ലോ. അധ്യാപകൻ സീൽ ചെയ്തു വരാൻ കുട്ടികളെ ഓഫീസിലേക്ക് അയച്ചു. ആ ക്ലർക്കിനോട് സീൽ ചെയ്തു തരാൻ പറഞ്ഞപ്പോൾ പിള്ളേരെ കളിയാക്കുന്ന അവഗണിക്കുന്ന രീതിയിൽ പെരുമാറി. സീൽ എടുത്തോട്ടെ സാറെന്ന് ചോദിച്ചപ്പോൾ നിന്റെ അപ്പൻ്റെ വകയാണോടാ സീൽ എന്ന് ചോദിച്ചു. ഇത് പബ്ലിക്കായി പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളുടെ ഉള്ളിൽ ഒരു തീ കത്തുന്നുണ്ട്, അതുകൊണ്ട് പറയുകയാണ്. ഇത് മോൻ അവൻ്റെ അമ്മയായ എൻ്റെ സഹോദരിയോട് പറഞ്ഞതാണ്. ക്ലർക്ക് മാത്രമല്ല, ഈ സ്കൂളിലെ പല അധ്യാപകരും ഇവനെ ഹരാസ് ചെയ്തിട്ടുണ്ട്. അവനെ സമാധാനിപ്പിക്കുന്ന രക്ഷിതാക്കളാണ് ഞങ്ങൾ. അതിന് കിട്ടിയ ട്രോഫിയാണിതെന്ന് വിദ്യാർത്ഥിയുടെ അമ്മാവൻ പറഞ്ഞു.